അങ്ങനെ ഒരു വർഷം അങ്ങ് കടന്നുപോയല്ലേ. എത്ര സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും, എത്ര സ്വതക്കകൾ ചെയ്തിട്ടുണ്ടാകും, എത്ര നല്ല നല്ല കാര്യങ്ങളിലേക്ക് നാം നടന്നു നീങ്ങിയിട്ടുണ്ടാകും. ഇതൊക്കെയല്ലേ ശരിക്കും ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രയോ അധികം ഇരട്ടിയായി സ്വതക്ക ചെയ്യാനും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനുമെല്ലാം വരും വർഷത്തിൽ എനിക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത് നാം ചെയ്യേണ്ടത്. കുറേ ഹാപ്പി ന്യൂ ഇയർ എന്ന് സ്റ്റാറ്റസ് വെച്ചത് കൊണ്ടൊന്നും നമുക്ക് പ്രത്യേകം ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ആ നീയത്തിന് തന്നെ അല്ലാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലമുണ്ട്. എൻ്റെ വോയിസ് കേൾക്കുന്ന ഒരാളും തന്നെ ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല. നമുക്കങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷമില്ല. പരിശുദ്ധമായ റജബ് മാസമല്ലേ, ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാൻ, പരിശുദ്ധ ഖുർആൻ പാരായണം, ദിക്ർ തുടങ്ങിയവയൊക്കെ ചൊല്ലി സ്വലാത്തുകളൊക്കെ ചൊല്ലി കൂടേണ്ടുന്ന ഈ സമയത്ത് ഒരിക്കലും തന്നെ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഒരിക്കലും ആ രാത്രി സമയത്ത് പുറത്തിറങ്ങി ആഘോഷിക്കുന്നവരുടെ കൂടെ ചേർന്ന് നമ്മളും ആഘോഷിക്കാൻ നിൽക്കരുത്. ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ വരും വർഷത്തിൽ ധാരാളം ഖൈറായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ.